ഇടിയിറച്ചി. പണ്ടൊക്കെ കോട്ടയം ഇടുക്കി സൈഡിൽ നായാട്ടിനുമായി കിട്ടുന്നതോ അതോ വീട്ടിൽ അറക്കുന്നതുമായ ബീഫ് അത് കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഉണക്കി ഇടിച്ചുപയോഗിക്കുന്ന പരിപാടിയുണ്ട്. അതിനാണ് ഇടിയിറച്ചി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് പച്ച ഇറച്ചിയിലാണ് ഇടിയിറച്ചി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നെയ്യൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ആ ബീഫിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു 5 വിസിൽ വരെ നമ്മൾ വേവിച്ചെടുക്കണം. അങ്ങനെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ ബീഫിനെ നമ്മളൊരു മിക്സി ജാറിലേക്ക് ഇട്ട് 2 കറക്ക് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ബീഫ് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇടിയിറച്ചി ഉണ്ടാക്കി തുടങ്ങാം. ചൂടായ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ചെറുള്ളി ചേർക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഒരു 20 ചെറുള്ളി ചേർക്കുന്നുണ്ട്. അപ്പൊ ചെറുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് ചേർക്കാം, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളെ മുറിച്ചും ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കണം. ചില്ലി ഫ്ലേക്സ് ഇട്ട് ഒരു 2 മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്ക് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇടിയിറച്ചിയുടെ പ്രത്യേകത തന്നെ അത് കേടാവാതെ കുറെ കാലം ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പുറം നാട്ടിലോട്ടൊക്കെ പോകുന്നവർക്ക് ഇത് കൊടുത്തിടാൻ പറ്റിയ ഐറ്റമാണ്. ഇനി ആ ബീഫ് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാലേ ആ ബീഫ് നല്ല രീതിയിൽ ഡ്രൈ ആയി വരത്തുള്ളൂ. ഇറച്ചി എല്ലാവരും മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മസാല ചേർക്കാം. ആദ്യം ചേർക്കുന്ന 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്തു. അപ്പൊ കുരുമുളക് പൊടിയുടെ എരിവാണ് ഇതിൽ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത്. മസാലയൊക്കെ ഇട്ട ശേഷം ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇടിയിറച്ചി റെഡിയാവും. അതിന്റെ മേളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കോട്ടയം ഇടുക്കി സ്പെഷ്യൽ ഇടിയിറച്ചി റെഡിയാവും. അപ്പോൾ ഇതുപോലെ സിമ്പിൾ വെറൈറ്റി ഫുഡ് വീഡിയോസ് കാണുവാനായി എൻ്റെ ചാനൽ ട്രാവൽ ഫുഡി ടോം സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം ട്രാവൽ ഫുഡി ടോം.